പ്രഭു ശ്രീറാം രാവണനെ വധിച്ചതിനു ശേഷം മണ്ഡോദരിയുടെ പിതാവ് കോപത്തോടെ മകളോട് പറഞ്ഞു, മണ്ഡോദരി, ആ രാമൻ ചതിയിലൂടെയാണ് നിന്റെ ഭർത്താവായ രാവണനെ വധിച്ചത്. ധർമ്മത്തിലൂടെയല്ല, അധർമ്മത്തിലൂടെയാണ് അവൻ ജയിച്ചത്. ഇതു കേട്ട് മണ്ഡോദരിയുടെ മനസ്സിൽ പക ആളിക്കത്തി. ഭർത്താവിനെ കൊന്നവനോട് പ്രതികാരം ചെയ്യണം എന്ന ചിന്തയിൽ അവൾ ശ്രീരാമനെ ശപിക്കാനായി പുറപ്പെട്ടു. മണ്ഡോദരി ഒരു പതിവ്രതയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ശാപം വെറുതെയാകില്ല. ഇത് കണ്ട് ദേവലോകം പോലും നടുങ്ങി. പ്രഭു ശ്രീരാമന് നേരെ വരുന്ന മണ്ഡോദരിയെ കണ്ടപ്പോൾ ഹനുമാൻ രാമന്റെ കയ്യിൽ നിന്ന് ഒരു അസ്ത്രമെടുത്ത് അവൾക്ക് നേരെ തൊടുത്തു. അത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ഒരു സ്ത്രീക്ക് നേരെ ഹനുമാൻ എങ്ങനെ അസ്ത്രമെയ്യും? പക്ഷേ അസ്ത്രം മണ്ഡോദരിയുടെ മുൻപിൽ ചെന്ന് നിലത്ത് വീണു. ഹനുമാൻ പെട്ടെന്ന് മണ്ഡോദരിയുടെ അടുത്തേക്ക് എത്തുകയും എന്നിട്ട് താഴ്മയായി പറഞ്ഞു, ദേവി മണ്ഡോദരി, എന്റെ പ്രഭുവായ ശ്രീരാമന്റെ അസ്ത്രം ഒരു നിരപരാധിയെയും നോവിക്കില്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് ദേവിയുടെ മുൻപിൽ വീണ് കിടക്കുന്ന ഈ അസ്ത്രം. അദ്ദേഹം മര്യാദാ പുരുഷോത്തമനാണ്, ഒരു അധർമ്മവും ചെയ്യില്ല. അങ്ങനെയുള്ള അദ്ദേഹത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് ശപിക്കാൻ കഴിയുന്നത്? ഹനുമാൻ മണ്ഡോദരിയെ ഒരുപാട് ഉപദേശിച്ചെങ്കിലും അതൊന്നും കൂട്ടാക്കാതെ അവൾ പ്രഭു ശ്രീരാമന് നേരെ നടന്നു ചെന്നു. മണ്ഡോദരിയുടെ നിഴൽ പ്രഭു ശ്രീരാമന്റെ അടുത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം ആ നിഴലിൽ പോലും സ്പർശിക്കാതെ അകന്നു മാറി നിന്നു. മണ്ഡോദരിയുടെ നിഴൽ പോലും തന്നിൽ സ്പർശിക്കാതിരിക്കാൻ പ്രഭു ശ്രീരാമൻ ഒരൽപ്പം അകന്നു മാറി നിന്നപ്പോൾ അവളുടെ മനസ്സിലെ എല്ലാ കോപവും പകയും ഒരു മഞ്ഞുതുള്ളി പോലെ ഉരുകി തീർന്നു. ആ നിമിഷം അവൾക്ക് തന്റെ ഭർത്താവ് ചെയ്ത തെറ്റുകളുടെ ആഴം പൂർണ്ണമായും മനസ്സിലായി. തന്റെ പ്രാണനാഥനായ രാവണൻ, ലോകം കീഴടക്കിയ വീരശൂര പരാക്രമി, ഒരു സ്ത്രീയെ അവളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അപഹരിച്ച മഹാപാപിയായിരുന്നു. എന്നാൽ ഇദ്ദേഹമോ എന്റെ നിഴലിൽ നിന്ന് പോലും അകന്നു നിൽക്കുന്ന പരമ പവിത്രമായ പുരുഷൻ. തന്റെ ഭാര്യ അല്ലാതെ ഒരു സ്ത്രീയെ സ്പർശിക്കുന്നത് പോയിട്ട് അവളുടെ നിഴൽ പോലും തന്റെ മേൽ വീഴാൻ അനുവദിക്കാത്ത ധർമ്മമൂർത്തി. ഈ ലോകത്തിൽ സത്യവും ധർമ്മവും നിലനിർത്താൻ അവതരിച്ച സാക്ഷാൽ മര്യാദാ പുരുഷോത്തമൻ തന്നെയാണിത്. ഈ തിരിച്ചറിവിൽ മണ്ഡോദരിയുടെ കണ്ണുകളിൽ നിന്ന് പശ്ചാത്താപത്തിന്റെയും ഭക്തിയുടെയും കണ്ണുനീരൊഴുകി. അവൾ തന്റെ ശിരസ് കുനിച്ച് ആ മര്യാദാ പുരുഷോത്തമന് മുന്നിൽ തൊഴുതു നിന്നു. തന്റെ ഭർത്താവ് ചെയ്ത എല്ലാ പാപങ്ങൾക്കും അവിടെ നിന്ന് മാപ്പ് നൽകണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മണ്ഡോദരി ആ യുദ്ധഭൂമിയിൽ നിന്ന് പോവുകയും ചെയ്തു. പ്രഭു ശ്രീരാമന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ശ്രീറാം, ജയ് സിയാറാം.